ഗുഡ്വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3rd സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ അവസാനമായിട്ട് നമ്മൾ നോക്കിയത്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ എക്സാമ്പിൾസും ഓൾമോസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മൊത്തം 13 എക്സാമ്പിൾസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിൽ 12 എക്സാമ്പിൾസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എക്സാമ്പിൾസ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മ്യൂച്വൽ ഓയിങ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അത് ജസ്റ്റ് ഒരു തിയറിയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷേ അങ്ങനെ അത് ചോദിക്കാറൊന്നുമില്ല എക്സാമിന്. അതുപോലെ തന്നെയാണ് ഒന്നിൽ കൂടുതൽ 2 സബ്സിഡറീസ് ഒക്കെ വരുന്നൊരു പ്രോബ്ലം കൂടി കിടക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ആ 2 ടോപ്പിക്സ് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. മ്യൂച്വൽ ഓയിങ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ പറയാം. മ്യൂച്വൽ ഓയിങ്സ് എന്ന് പറഞ്ഞാൽ while preparing the consolidated balance sheet, the mutual owings are not required to be shown. അതായത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഓയിങ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഓയിങ്സ് നമുക്ക് നോക്കാം. They cancel out each other when appearing in the asset side as well as liability. അതായത് 2 കമ്പനികളുടെയും ചിലപ്പോൾ ഒരു കമ്പനിയുടെ അസറ്റായി വരാം, മറ്റൊരു കമ്പനിയുടെ ചിലപ്പോൾ ലൈബിലിറ്റി ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ രണ്ടും എന്തായി പോകും, ക്യാൻസലായി പോകും എന്നാണ് പറയുന്നത്. Therefore there is no need to show them. അതുകൊണ്ട് തന്നെ കാണിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ആൻഡ് they should be eliminated. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. മ്യൂച്വൽ ഓയിങ്സിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും എന്താണ് മ്യൂച്വൽ ഓയിങ്സ് ക്ലിയർ ആവും. The first one, trade debtors and trade creditors ആണ്. Goods are sold by the parent company to the subsidiary company or vice versa on credit and the payment is still outstanding. അതായത് പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിക്കോ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി പാരൻറ്റ് കമ്പനിക്കോ എന്തെങ്കിലും ഗുഡ്സ് കടമായിട്ട് ക്രെഡിറ്റിന് സോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ സിറ്റുവേഷനിൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ഡെറ്റർ ആവും, വേറൊരു കമ്പനി ക്രെഡിറ്റർ ആവും അല്ലേ. നമുക്കറിയാം ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ നമുക്കറിയാം ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ പൈസ തരാനുള്ളവർ നമ്മൾ എന്താ വിളിക്കുക, ഡെറ്റർ എന്നും. അതുപോലെ തന്നെ ഹു ഓസ് മണീസ് ടു ദ ബിസിനസ് അല്ലേ, ഹു ഓസ് മണീസ് ടു ദ ബിസിനസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൂം ദ ബിസിനസ് ഓസ്, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആൾ ഡെറ്ററും അതുപോലെ ഹൂം ദ ബിസിനസ് ഓസ്, ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് ക്രെഡിറ്ററുമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പാരൻറ്റ് കമ്പനി ഒന്നില്ലെങ്കിൽ ഡെപ്റ്റർ ആകും അല്ലെങ്കിൽ ക്രെഡിറ്റർ ആകും. അതുപോലെ തന്നെ സബ്സിഡറി കമ്പനിയും ഡെപ്റ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റർ ആകും. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പോൾ ഗുഡ്സ് ആർ സോൾഡ് ബൈ ദ പാരൻറ്റ് കമ്പനി ടു ദ സബ്സിഡറി കമ്പനി. പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് കടമായിട്ട് കുറച്ച് സാധനങ്ങൾ വിറ്റു. അപ്പോൾ കടമായിട്ട് വിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബ്സിഡറി കമ്പനി പൈസ തരണം അല്ലേ. അപ്പോൾ സബ്സിഡറി കമ്പനി ആരാണ്, പാരൻറ്റ് കമ്പനിയുടെ ഡെപ്റ്റർ ആണ് അല്ലേ. അതുപോലെ തന്നെ സബ്സിഡറി കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ പാരൻറ്റ് കമ്പനി ആരാണ്, ക്രെഡിറ്ററാണ് അല്ലേ. അപ്പോൾ ഈ 2 കോൺസെപ്റ്റിലും ഒരെണ്ണം അസറ്റും ഒരെണ്ണം ലൈബിലിറ്റീസ് ആണ്. ഇത് രണ്ടും എന്താണ്, കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അതായത് അസറ്റിൽ വരുന്ന സെയിം എമൗണ്ട് തന്നെ ആയിരിക്കുമല്ലോ മറ്റൊരു കമ്പനിയുടെ ലൈബിലിറ്റീസിൽ വരുന്ന എമൗണ്ടും. അപ്പോൾ അത് രണ്ടും എന്തായി പോയിക്കോളും, ക്യാൻസലായി പോയിക്കോളും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ദിസ് വിൽ ബി ഷോൺ ഇൻ ദ സൺഡ്രി ഡെറ്റേഴ്സ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഓഫ് വൺ കമ്പനി. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ഒരു ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡെപ്റ്ററായിട്ടും മറ്റൊരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ അത് ക്രെഡിറ്റർ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ബോത്ത് ഓഫ് ദം ഷുഡ് ബി എലിമിനേറ്റഡ്. രണ്ടും എന്ത് ചെയ്താൽ മതി, എലിമിനേറ്റ് ചെയ്താൽ മതി. അത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അസറ്റിൽ വരുന്ന സാധനം ഇവിടെ അസറ്റിൽ വന്നാലും മറ്റേ സാധനം ലൈബിലിറ്റീസിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് രണ്ടും ക്യാൻസലായി പോയിക്കോളല്ലോ. അതുകൊണ്ട് ഈ മ്യൂച്വൽ ഓയിങ്സ് വരികയാണെങ്കിൽ, മ്യൂച്വൽ ഓയിങ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ വരുന്ന ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദ നെക്സ്റ്റ് എക്സാമ്പിളാണ് ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ. ബിൽസ് ഡ്രോൺ ബൈ വൺ കമ്പനി ആൻഡ് ആക്സെപ്റ്റഡ് ബൈ അനദർ കമ്പനി ആർ ഓൾസോ എലിമിനേറ്റഡ്. അതായത് ഏതെങ്കിലും ഒരു കമ്പനി ഡ്രോൺ ചെയ്ത ബില്ല് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ആക്സെപ്റ്റ് ചെയ്ത ബില്ല്, അപ്പോൾ ആ രണ്ട് കമ്പനികൾ തമ്മിലായിരിക്കും ഈ ബില്ലിൻ്റെ ഇടപാട് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചത് ബിൽസ് റിസീവബിൾ ആയിരിക്കും, കിട്ടാനുള്ള ബില്ലായിരിക്കും. ഒരു കമ്പനിയെ സംബന്ധിച്ചത് കൊടുക്കാനുള്ള ബില്ലായിരിക്കും. അപ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റാണ്, ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റീസ് ആണല്ലോ. അപ്പോൾ ഒരു കമ്പനിയുടെ അസറ്റും മറ്റൊരു കമ്പനിയുടെ ലൈബിലിറ്റീസ് ആണ്. അതും എന്തായി പോയിക്കോളും, കോമ്പൻസ് ചെയ്ത് ക്യാൻസലായി പോയിക്കോളും. അതും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ ബൈ വൺ കമ്പനി ടു അനദർ കമ്പനി ആർ ഓൾസോ ദ എക്സാമ്പിൾസ് ഓഫ് മ്യൂച്വൽ ഓയിങ്സ്. അപ്പോൾ മ്യൂച്വൽ ഓയിങ്സിൻ്റെ മറ്റൊരു എക്സാമ്പിൾസ് ആണ് പറയുന്നത് വിച്ച് ഷാൽ ബി എലിമിനേറ്റഡ് കേട്ടോ. അപ്പോൾ മ്യൂച്വൽ ഓയിങ്സിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അതായത് ഏതെങ്കിലും ഒരു കമ്പനി, അതായത് ഇപ്പോൾ പാരൻറ്റ് കമ്പനി ആകാം ഓർ സബ്സിഡറി കമ്പനി ആകാം. പാരൻറ്റ് കമ്പനി, ഞാൻ പറയുന്ന എക്സാമ്പിൾ പാരൻറ്റ് കമ്പനി എന്ത് ചെയ്തു, സബ്സിഡറി കമ്പനിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തു.
ഈ ഒരു സിറ്റുവേഷനിൽ സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് പാരൻറ്റ് കമ്പനിയെ സംബന്ധിച്ചൊരു ലയബിലിറ്റിയാണ്, കാരണം കൊടുക്കാനുള്ളതാണ് ലോൺ അല്ലേ. പക്ഷേ സബ്സിഡിയറി കമ്പനിക്ക് പാരൻറ്റ് കമ്പനി ഒരു അസറ്റാണ്, കാരണം പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, ആ ലോണാണ്, കിട്ടാനുള്ള ലോണാണ് അല്ലേ. അപ്പോൾ ഒരു കമ്പനിക്ക് അതൊരു അസറ്റും മറ്റൊരു കമ്പനിക്ക് അതൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് കമ്പനികൾ കമ്പൈൻ ചെയ്തിട്ടല്ലേ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അസറ്റിൽ വരുന്ന അതേ സെയിം എമൗണ്ട് തന്നെയാണ് ലയബിലിറ്റീസിൽ വരുന്നത്. അപ്പോൾ രണ്ടും കോമ്പൻസേറ്റ് ചെയ്ത് ക്യാൻസൽ ആയി പോയിക്കോളും, അപ്പോൾ അത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ മ്യൂച്വൽ ഓയിങ്സിന് വരുന്ന മറ്റൊരു എക്സാമ്പിളാണ് ഡിബഞ്ചേഴ്സ്. Debentures issued by one company and investment made by another in these debentures shall also be eliminated. ഡിബഞ്ചർ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇഷ്യൂ ചെയ്യാം. ഡിബഞ്ചറിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡിബഞ്ചർ എന്താണെന്നുള്ളതും അതുപോലെ റിഡംഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു കമ്പനി എന്ത് ചെയ്തു, മറ്റൊരു കമ്പനിക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ലോൺ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണ്. ഈ ഒരു സിറ്റുവേഷനിലും എന്ത് തന്നെയാണ്, ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് അതൊരു ലയബിലിറ്റിയും മറ്റൊരു കമ്പനിക്ക് അതൊരു അസറ്റുമാണ് അല്ലേ. ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് എന്താണ്, അത് മ്യൂച്വൽ ഓയിങ്സ് ആണ്. രണ്ട് സ്ഥലത്തും വരുന്നുണ്ട്, രണ്ട് ബാലൻസ് ഷീറ്റിലും വരുന്ന ഒരു ഐറ്റംസ് ആയതുകൊണ്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഓയിങ്സ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. അതിന് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതി അതിന് ഫുൾ മാർക്ക് വാങ്ങുക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്? എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ? കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് വില്ലിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുക. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുഡ് വിൽ തന്നെയാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. വാട്ട് യു മെൻ ബൈ ബാർഗെയിൻ പർച്ചേസ്? നെഗറ്റീവ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ അത് ബാർഗെയിൻ പർച്ചേസ് ആണ്. നെക്സ്റ്റ്, വാട്ട് ആർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ചാപ്റ്ററിന് ഉറപ്പായിട്ടും തിയറി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വാട്ട് ഈസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് ഗുഡ് വിൽ എന്നോ അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കണം കേട്ടോ. തിയറി എന്തായാലും നിങ്ങൾ പഠിച്ച് വെക്കുക. കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു പ്രോബ്ലം മാത്രം പഠിച്ചാൽ പാസ്സാകാൻ പറ്റുമോ, അല്ലെങ്കിൽ തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലം മാത്രം പഠിച്ചാൽ പാസ്സാകുമോ എന്ന് ചോദിക്കുന്ന കുട്ടികൾ, ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് തിയറീസ് ഞാൻ അവസാനം ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അതിന് മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടി ഇടുന്നുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് ചോദിച്ച റിപ്പീറ്റഡ് ആയിട്ട് വന്നതും അതുപോലെ തന്നെ മുമ്പ് ചോദിച്ച നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മുമ്പ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്തത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് സ്ട്രക്ചർ? നമ്മൾ സ്റ്റാർട്ടിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, ഹൗ ഇറ്റ് ഈസ് മെഷേർഡ്? അപ്പോൾ എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്? അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ 2-3 മെത്തേഡ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഹൗ ഈസ് ഗുഡ് വിൽ ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ്? അതുപോലെ തന്നെ ഗുഡ് വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക അത് കണ്ടുപിടിക്കാനും നമ്മൾ 1-2 മെത്തേഡുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക, അതും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഹൗ ഈസ് ബാർഗെയിൻ പർച്ചേസ്? എങ്ങനെയാണ് നമ്മൾ ബാർഗെയിൻ പർച്ചേസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ട്രീറ്റ് ചെയ്യുക, അതും ഒന്ന് പഠിച്ച് വയ്ക്കുക. പിന്നെ കൺസോളിഡേഷൻ പ്രൊസീജിയറിൻ്റെ സമ്മറി ഒന്ന് നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. ചിലപ്പോൾ അത് ഷോർട്ട് എസ്സേ ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ സമ്മറി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണത്. അത് റവന്യൂ പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റും എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. രണ്ടും സെയിം എന്ന് പറഞ്ഞാൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക എല്ലാവരും. അത് തെറ്റിച്ച് കളയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉള്ള ഐറ്റംസ് ആണ്. അതുകൊണ്ട് എല്ലാവരും അതൊക്കെ പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഈസിയാണത്. അപ്പോൾ ഞാനിട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കേൾക്കുക, പ്രോബ്ലം എടുക്കുക, വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കത് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഒരു കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്, ഓരോന്നിൻ്റെ ഒരു കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു 7 ചാപ്റ്റേഴ്സ് നാം കവർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 8 ചാപ്റ്റേഴ്സാണ്. അതിൽ 8ാമത്തെ ചാപ്റ്റർ 8th ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. ഡിസ്ക്ലോഷർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. അങ്ങനെ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 7 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണുക. അതായത്
ഒരു ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോയും മറ്റൊരു ചാപ്റ്ററിൻ്റെ വേറെ വീഡിയോയും കാണുന്നതിന് പകരം ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം അടുത്ത ചാപ്റ്ററിലേക്ക് പോവുക. കാരണം വെച്ചാൽ നമുക്കറിയാം റിഡംഷൻ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ കഴിഞ്ഞാലാണ് സെക്കൻഡ് ചാപ്റ്ററൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ വീഡിയോസ് കാണുക. ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ലാസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.